ഒരു വലിയ തകരപ്പെട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സൈബർ ട്രക്ക്. സദ്യ കഴിക്കാനുള്ള സ്പേസ്, രണ്ടാക്കുള്ള സദ്യ കഴിക്കാനുള്ള സ്പേസ് ഈ ടേബിളിലുണ്ട്. ഈ വണ്ടി എൻ്റെ ഫേവറേറ്റ് അല്ല, ഡ്രൈവിംഗ് എന്തൂസിയാസിനൊന്നും തന്നെയുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. ഹലോ ഫ്ലൈവിലേഴ്സ്, വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ട് ഞാൻ വന്നിട്ടുള്ള ടെസ്ല സൈബർ ട്രക്ക്. ഒരു ഐഡൻറ്റിറ്റി കൺഫ്യൂഷനും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതേപോലെ ഇങ്ങനെ ഒരൊറ്റ സാധനമേ ഉള്ളൂ. അത് എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല ഒന്നും കണക്കിലെടുക്കാതെ എലൻ മസ്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ തകരപ്പെട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സൈബർ ട്രക്ക്. കാരണം സൈബർ ട്രക്കിൽ നമുക്കിവിടെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന സ്റ്റീലാണുള്ളത്, പെയിൻ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഷേപ്പില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പെല്ലാം കൊടുത്ത് എല്ലാ ആൾക്കാരും പറഞ്ഞ കൺവെൻഷൻ ഡിസൈനിൻ്റെ എല്ലാ ബൗണ്ടറീസും ബ്രേക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണെന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാം, ഇത് വലിയൊരു വണ്ടിയാണ്. ഈ വണ്ടി എൻ്റെ ഫേവറേറ്റ് അല്ല, തുറന്നു പറയാം, പക്ഷേ പലർക്കും കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുവരില്ല. സോ നമ്മളെ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവീൽ. സോ ടെസ്ല സൈബർ ട്രക്ക് ഇറക്കിയത് ഒരു ചാലഞ്ചിൻ്റെ മേലാണ്. ഇങ്ങനൊരു സാധനം കൊണ്ടുവരുമെന്ന് എലൻ മസ്ക് പറഞ്ഞു, അത് കൊണ്ടുവന്നു. അതിൻ്റെ ലോഞ്ചിൻ്റെ ഇടയ്ക്കുണ്ടായ പുകിലെല്ലാം നമുക്കറിയാം, ഇത് ബ്രേക്കബിൾ അല്ല, അത് ഒരു ചതുങ്ങൂല എന്നെല്ലാം പറഞ്ഞ് എലൻ മസ്ക് എന്നെ കാണിച്ച എല്ലാ അഭിപ്രായം നമ്മൾ കണ്ട് എല്ലാത്തിലും ചന്മാത പിടിച്ചു നിന്നൊരു മനുഷ്യനും കൂടെ ആയിരുന്നു അത്. പക്ഷേ ഇതൊരു സെൻസേഷനാണ്, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, പലരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് ഈ ഷാർപ്പ് എഡ്ജസ് ഒന്നും തന്നെ ഇപ്പോഴും ദഹിച്ചിട്ടില്ല. ശരിക്കും അമർത്തിൻ്റെ മുറിയും. ഇവിടെ ഒരു വലിയൊരു ബാൻഡ് ഓഫ് ലൈറ്റ് ഉണ്ട്, ഗ്രില്ലും കാര്യമൊന്നും ഇല്ലാത്തൊരു ഡിസൈനാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ്റെ കൺവെൻഷണൽ ലോസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് നമുക്ക് കാണാം, ഇങ്ങനെ ഒരു ഷാർപ്പ് പോയിന്റും എല്ലാം വന്നിട്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. ടെസ്റ്റിൽ നമുക്ക് കാർഡ് ഉണ്ടെങ്കിൽ മാത്രം ഓർക്കാൻ പറ്റുള്ളൂ. അമർത്തി കഴിഞ്ഞാൽ ഡോറ് തുറന്ന് വരും, തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കാണാം. ഈ ഒരു ഗ്ലാസിൻ്റെ ഷാർപ്നെസ്, ഈ ഒരു സ്ലോപ്പിംഗ് ആയി നിൽക്കുന്ന ഷേപ്പും, ഇവിടെ വന്നിരിക്കുന്ന പിക്കപ്പിൻ്റെ ഓപ്ഷനും, അതിൽ നമുക്ക് കയറ്റി വെക്കാനുള്ള സാധനങ്ങളെല്ലാം പറ്റും. പക്ഷേ ഇതെല്ലാം തന്നെ സ്റ്റൈല് മാത്രമാണ്, യൂട്ടിലിറ്റി വളരെ കുറവാണ്. ഈ പിക്കപ്പ് ഉപയോഗിക്കണമെങ്കിൽ അടച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് സാധനങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും അത് കുറച്ച് ഹൈറ്റുള്ള സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ശരിക്കും ഓപ്പൺ പിക്കപ്പിൻ്റെ യൂസ് വരുന്നില്ല. വെരി ലോങ് വെഹിക്കിൾ, ലോങ് ഓവർ ഹാങ്. പിന്നെ ഈ ഒരു ഷേപ്പ് തന്നെ പറഞ്ഞ എഡ്ജി ഷേപ്പാണ്, അതെല്ലാം തന്നെ നമ്മൾ കണക്കിലെടുക്കണം. പക്ഷേ ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഉള്ളത്. സക്സസ് ആണോ എന്ന് വെച്ചാൽ ഇനീഷ്യലി ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയെങ്കിലും വലിയ സക്സസ് ആവാത്തൊരു വണ്ടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലരും വാങ്ങി കൊടുക്കുന്നുണ്ട്, റീസെയിൽ വാല്യൂ കുറവാണ്. ബട്ട് ഇഫ് യു വാണ്ട് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് യു, ജസ്റ്റ് കൺതിങ് ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്, ടെസ്ലയാണ്, പിന്നെ യൂണിക് ആയിട്ടുള്ള ഷേപ്പും ഒരു സൈബർ ട്രക്കാണ്. ഇങ്ങനെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള കമൻറ്റ് പറയാം. ടെസ്ല സൈബർ ട്രക്ക് രണ്ട് വേരിയൻസിൽ ഒന്ന് റിയർ വീൽ ഡ്രൈവും പിന്നെ ഒന്ന് വന്നിരിക്കുന്നത് ഓൾ വീൽ ഡ്രൈവാണ്. ഓൾ വീൽ ഡ്രൈവിൽ രണ്ട് മോട്ടർ വരുന്നത്. മുന്നിൽ വരുന്ന മോട്ടർ ഓൾ വീൽ ഡ്രൈവിലും റിയർ വീൽ ഡ്രൈവിലും പെർമനൻറ്റ് മാഗ്നറ്റിക് മോട്ടറാണെങ്കിൽ റിയറിൽ വരുന്ന ഇൻഡക്ഷൻ മോട്ടറാണ്. 123 kWh ലിത്യം അയൺ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. EPA പ്രകാരം മാക്സിമം റേഞ്ച് ക്ലെയിം ചെയ്ത് 565 km/h. 600 HP പവറും 712 Nm ടോർക്കുമാണുള്ളത്. 3 ടണ്ണ് ഭാരമുള്ള സൈബർ ട്രക്ക് 0 to 100 എത്താൻ വളരെ ഇംപ്രസ് ആയിട്ടുള്ള 4.1 സെക്കൻഡ് മാത്രം എടുക്കുന്നത്. ടോപ്പ് സ്പീഡ് ലിമിറ്റ് ചെയ്തിട്ടുള്ളത് 180 km/h ആണ്. സൈബർ ട്രക്കിൽ വന്നിട്ടുള്ള മറ്റൊരു ആകർഷണീയ ടെക്നോളജി എന്ന് ഡ്രൈ ബൈ വയറാണ്. ഇത് പുതിയതായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് സമയം എടുക്കും യൂസ് ചെയ്യാൻ. വളരെ ചെറിയ ടേണിങ്ങിൽ തന്നെ നല്ലോണം ടേൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അവകാശവാദം. ചില വണ്ടികളിലെല്ലാം ഞാൻ ഡ്രൈ ബൈ വയർ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ടെസ്ലയിൽ ഉണ്ടായിരുന്ന ചെറിയ വീടായിട്ടുള്ളൊരു രീതിയിലാണ് പെരുമാറിയിരുന്നത്. അതാണ് ഞാൻ റിവ്യൂവിൽ പറയുന്നത്. എന്തായാലും ഈ 3 ടണ്ണ് ഭാരമുള്ള ഇലക്ട്രിക് ട്രക്കിൻ്റെ ലോഞ്ചാണ് സംതിങ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ആ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ പലരും നിങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു, എന്നാൽ പിന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇലക്ട്രിക് പവറിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് സൈബർ ട്രക്കിനുണ്ടായിരുന്നു. ഈ കാർഡാണ് കീ. ഇത് നമ്മൾ ബി പില്ലറിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാം. വേറെ ഹാൻഡിലോ കാര്യമൊന്നും കാണില്ല. അതിൻ്റെ മേലെ ഒരു ചെറിയൊരു ബി പില്ലറിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ ഡോർ തുറക്കും. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻറ്റീരിയറാണ്. ഈ സ്ക്രീനാണ് ടെസ്ലയിൽ എല്ലാം തന്നെ ഉണ്ടാവാറുള്ളത്. ആ മെയിൻ കൺട്രോൾസ് എല്ലാം അതിവിടെ ഉണ്ട്. ഹ്യൂജ് സ്ക്രീനാണ്. പിന്നെ ഈ സ്റ്റിയറിംഗ് വീൽ, ടെസ്ല സ്റ്റിയറിംഗ് വീൽ ചെറുതാണ്. ഈ ഒരു സൈസ് വണ്ടിക്ക് ഇത് മതിയോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. നമുക്ക് ഓടിക്കുമ്പോൾ നോക്കാം. ഇവിടെ വലിയൊരു പോർഷൻ ഉണ്ട്, നമുക്കൊരു സദ്യ കഴിക്കാനുള്ള സ്പേസ്, രണ്ടാക്കുള്ള സദ്യ കഴിക്കാനുള്ള സ്പേസ് ഈ ടേബിളിലുണ്ട്. ടേബിളല്ലേ, ഓക്കെ, ടേബിൾ പോലെ ഉണ്ട്. എന്തായാലും ഇവിടുത്തെ ഫിനിഷിങ് ആസ് യു നോർമലി ടെസ്ലയിൽ ഗ്രേറ്റ് അല്ല. വലിയ ഗ്ലാസ്സാണ് ഉള്ളത്, അതിന് സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്, നല്ല നീറ്റ്ലി പ്ലേസ്.
പിന്നെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് ചെറിയ സൺഗ്ലാസ്, അതേപോലെ ചെറിയൊരു മിററാണ്. അതിന് പുറത്തേക്ക് എന്ത് കാണാൻ ഒന്നും കാണുന്നില്ല. ബട്ട് അഗൈൻ ക്യാമറ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാം. സീറ്റ് സപ്പോർട്ടീവ് ആണ്, നല്ല സീറ്റാണ്. സൈഡ് ബോസ്റ്റേഴ്സ് ഉണ്ട്, റിയറിലും അങ്ങനെ തന്നെ നല്ല സീറ്റുകൾ. ഇവിടെ നമുക്ക് വലിയൊരു കബി ഹോൾഡർ ഉണ്ട്, 2 കപ്പ് ഹോൾഡർ, 2 ഫോൺ വയ്ക്കാനുണ്ട്. നല്ല ഓപ്പൺ സ്പേസ് ഉണ്ട്. സ്പേസിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ടോപ്പിൽ വലിയ ഗ്ലാസ് ഉണ്ട്, എല്ലാം കൂടെ ചേർന്ന് ഇൻറ്റീരിയറാണ്. പ്രൈവസി ഗ്ലാസ് കൊണ്ട് കുറേ ഇരുട് പിടിച്ചവരുണ്ടാവും. എന്തായാലും നമുക്ക് ഡ്രൈവിലേക്ക് പോകാൻ സമയം കുറവാണ്. ഈ ഓപ്ഷൻ if you want to start driving Tesla Cybertruck, what you have to do is on the screen you can see a Tesla icon. Swipe it up, you can drive, swipe it down, or you can reverse and keep it in the center. It's a park. So we can have a quick drive. So നമ്മൾ സൈബർട്രക്ക് ഓടിക്കാൻ തുടങ്ങിയാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇത് ലോങ് വലിയ വെഹിക്കിളാണ്. അപ്പോൾ ലെങ്ത്തും ഓർമ്മയിൽ വേണം, വലുപ്പം ഓർമ്മയിൽ വേണം. അതുപോലെ ഇലക്ട്രിക് ആണ്. ആ പെർഫോമൻസ് യു ക്യാൻ റിയലി എൻജോയ്. ബട്ട് വൺ തിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്വേർഡ് ആയി തോന്നും. നമ്മളിപ്പോൾ സാധാരണ ഒരു ബോക്സ് നമ്മൾ പലപ്പോഴും കളിക്കുമ്പോൾ ബോക്സ് എടുത്തിട്ട് മേലെ കൊണ്ടിട്ട് നടക്കുമ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിനേക്കാളും വേറെ ഡയറക്ഷനിൽ ബോക്സ് പോകണമായിട്ട് തോന്നും. ആ ഫീൽ എനിക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലാണ്. എല്ലാ സിഗ്നൽസ് കൺട്രോൾസിലുള്ള അത് യൂസ്ഡ് ആയിട്ട് വരണം. നമ്മളിങ്ങനെ തിരിക്കും, നമ്മൾ ഹമ്മർ വീലിലുള്ള ക്രാബ് വാക്കിൻ്റെ ഒരു ഫീൽ നമ്മൾ കാറിനകത്ത് ഒരു ഡൈനാമിക്സ് ഫീലില്ല. അതിങ്ങനെ ഒരു ശരിക്കും സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ തിരിയുമ്പോഴൊരു ഫീലില്ല. മറ്റേ കുറച്ചൊരു ലീനില്ല. ആ ലീൻ നമുക്കുള്ള ഡൈനാമിക്സ് ഇല്ല. അതെനിക്ക് ഭയങ്കര ഓക്കോർഡായി തോന്നി. പക്ഷേ ഇതെല്ലാം നമ്മൾ മറക്കില്ല ചിലപ്പോൾ ഈ പെർഫോമൻസിലായിരിക്കും. അത് എന്തായാലും അമേസിങ് ആണ്. ഇലക്ട്രിക് കാറിൻ്റെ പെർഫോമൻസ് ആണ്. ഇത് വലിയ വണ്ടിയാണ്, അതിൻ്റെ പുറമെ ഈ ഒരു ഫീലും അത് ശരിക്കും സമ്മതിക്കണം. അതിനു വേണ്ടി മാത്രമാണോ നമ്മൾ ഈ വണ്ടി വാങ്ങുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ പീപ്പിൾ ഹാസ് ടു ആൻസർ. സോ ബേസിക്കലി ആ ഒരു ടെസ്ല സൈബർട്രക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആളുകൾക്ക് മാത്രമാണ് ഞാൻ കാണുന്നത്. ആ ആളുകൾക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. അല്ലാത്തവർക്കൊരു ഡ്രൈവിംഗ് എന്തൂസിയാസം ഒന്നും തന്നെയുള്ള വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. ഫ്രാങ്ക് ഒപ്പീനിയൻ. ബ്രേക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ആ സൈസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. So you still want an American electric pickup which is massive and have presence? I have one more option. Wait for it. Hummer EV. I would rather pick up this one.